السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين وبعد. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇൻഖിറാദുൽ അസ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും പിന്നെ ഈ ഉമ്മത്തിൻ്റെ മുമ്പുള്ള ഉമ്മത്തുകളുടെ ഇജ്മാഅ് നമുക്ക് തെളിവാണോ എന്ന വിഷയമൊക്കെയാണ് പറഞ്ഞു വന്നത്. അതേപോലെ ഖിയാസ് മുഖേന ഇജ്മാഅ് രൂപപ്പെടുന്നത് അതൊക്കെയാണ് പറഞ്ഞത്. ഇനി അടുത്ത വിഷയം വഉലിമ അന്ന ഇത്തിഫാഖഹും അലാ അഹദിൽ ഖൗലൈനി ഖബല ഇസ്തിഖറാറിൽ ഖിലാഫി ജായിസുൻ വലൗ മിനൽ ഹാദിസി ബഅദഹും. വഉലിമ അറിയപ്പെട്ടു അന്ന ഇത്തിഫാഖഹും മുജ്തഹിദീങ്ങളുടെ ഇത്തിഫാഖ് അലാ അഹദിൽ ഖൗലൈനി രണ്ട് കൗലുകളിൽ നിന്ന് ഒന്നിൻ്റെ മേൽ ഇത്തിഫാഖഹും അൽ മുജ്തഹിദീന ഫി അസ്രിൻ ഒരു കാലത്തിലുള്ള മുജ്തഹിദീങ്ങളുടെ ഇത്തിഫാഖ് അലാ അഹദിൽ ഖൗലൈനി രണ്ട് കൗലിൽ നിന്ന് ഒന്നിൻ്റെ മേലുള്ള ഇത്തിഫാഖ് ലഹു ആ മുജ്തഹിദീങ്ങളുടെ ഖബല ഇസ്തിഖറാറിൽ ഖിലാഫ് ബൈനഹും അവരുടെ ഇടയിൽ ഖിലാഫ് മുസ്തഖിറാകുന്നതിൻ്റെ മുമ്പ് രണ്ട് കൗലിൽ നിന്ന് ഒന്നിൻ്റെ മേൽ ഇത്തിഫാഖാകും. ബിഅൻ ഖസറ സമാനു ബൈനൽ ഇഖ്തിലാഫി വൽ ഇത്തിഫാഖി ഖിലാഫ് മുസ്തഖിറാകുന്നതിന് മുമ്പ് പറഞ്ഞാൽ അങ്ങനെ ഇഖ്തിലാഫിൻ്റെയും ഇത്തിഫാഖിൻ്റെയും ഇടയിൽ കാലം കുറവാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പണ്ടുണ്ടായ ഒരു വിവാദത്തിലേക്ക് ഞങ്ങളെ ശ്രദ്ധ കൊണ്ടുപോകണം. ബഹുമാനപ്പെട്ട KV ഉസ്താദ് നവ്വറല്ലാഹു മർഖദ വിശുദ്ധ ഖുർആനിന് പരിഭാഷ ഇറക്കി. അപ്പോൾ ഈ ഖുർആൻ്റെ പരിഭാഷ പറ്റൂലേ? അന്ന് പ്രഗത്ഭരായ EK മുസ്ലിയാർ, അതുപോലെ കണ്ണിയത്ത് ഉസ്താദ്, ഷംസുൽ ഉലമ നവ്വറല്ലാഹു മറാഖിദഹും ഇവരൊക്കെ ഒരു ഭാഗത്തും, മഹാനായ CH അദ്രോസ് ഉസ്താദ്, KV ഉസ്താദ്, അതുപോലെ ഷെയ്ഖുന നമ്മുടെ മർഹൂം ഷെയ്ഖുന നവ്വറല്ലാഹു മറാഖിദഹും ഇവരൊക്കെ വേറൊരു ഭാഗത്തൊക്കെ ആയിട്ട് വലിയ ഖിലാഫുണ്ടായി പറ്റുമോ എന്ന വിഷയത്തിൽ. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. ആ ഒരു ഖിലാഫ് ഉദാഹരണം എടുക്കുക. അപ്പോൾ രണ്ട് മുജ്തഹിദീങ്ങൾ യോഗം ചേർന്ന് വിഷയങ്ങളൊക്കെ നന്നായി മനസ്സിലാക്കി ആ രണ്ട് വിഭാഗമായിട്ട് തിരിയാണ്. ഒരു വിഭാഗം പറ്റുന്നു, ഒരു വിഭാഗം പറ്റൂല. അങ്ങനെ ഒരു ആ ഖിലാഫിൻ്റെ മേൽ പിരിഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ. ഒരാഴ്ച നമ്മൾ കുറച്ച് കാലമുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ ഒരു പിന്നെ യോഗം ചേർന്ന് കണ്ട് അത് പറ്റും എന്ന വിഷയത്തിലേക്ക് എത്തിച്ചേരുകയാണ്. ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഞാൻ ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ വിഷയത്തിൽ അങ്ങനെ യോഗം ചേർന്നിട്ടൊന്നുമില്ല. അത് വേറെ വിഷയം. അത് പിന്നെ എന്തുണ്ടായി എന്നുള്ളത് ഇപ്പോൾ വിശദീകരിക്കണില്ല. ഒരാഴ്ച അല്ലെങ്കിൽ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും യോഗം ചേർന്നിട്ട് ഈ രണ്ട് കൗളിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ മേൽ എല്ലാവരും കൂടെ ഇത്തിഫാഖായി. ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ വിഷയം. ഇത് ജായിസും പറ്റും. കാരണം എന്താ? ഇത് പറ്റില്ല എന്ന് താരീഫിലില്ല. താരീഫിൽ എന്തേ ഉള്ളൂ? ഇത്തിഫാഖു മുജ്തഹിദിൽ ഉമ്മത്തി ബഅദ വഫാത്തി നബിയിഹ ഇലാഖിരി. ആ പറഞ്ഞതിൽ ഇതും ഫിറ്റാണ്. ശരി, മനസ്സിലാവുണ്ടല്ലോ. ആ പറഞ്ഞതിൽ ഇതും ഫിറ്റാണ്. ഇനി വലൗ കാനൽ ഇത്തിഫാഖു മിനൽ ഹാദിസി ബഅദഹും ഈ മുജ്തഹിദീങ്ങളുടെ ശേഷം ഉണ്ടായവരിൽ നിന്നാണ് ഇത്തിഫാഖ്, എന്നാലും ശരി പറ്റും. ഈ മുജ്തഹിദീങ്ങളൊക്കെ മരിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പെട്ടെന്ന് മരിച്ചു. എന്തൊക്കെ കാരണങ്ങളുണ്ടായി? താരിയായ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായി. ഓല് പെട്ടെന്ന് മരിച്ചു. പെട്ടെന്ന് തന്നെ പുതിയ മുജ്തഹിദീങ്ങളും എമേർജ് ചെയ്തു ഉണ്ടായി. അങ്ങനെ ഈ പുതുതായിട്ട് വന്ന മുജ്തഹിദി
ഖിലാഫ് മുസ്തഖറാണിന് മുമ്പാണ്, ശേഷമുള്ളത് വേറെ പറയും. പുതിയതായി വന്ന മുജ്തഹിദുകൾ ഈ രണ്ട് കൗലിൽ നിന്ന് ഏതെങ്കിലും ഒന്നിൻ്റെ മേൽ ഇത്തിഫാഖായാൽ കുഴപ്പമില്ല, ഇജ്മാ ശരിയാണ്, കാരണം നമ്മുടെ താരീഫ് ഫിറ്റാണ്. ഫഇന്നഹു യുഅലമു ജവാസുഹു, ആ ഇത്തിഫാഖ് ജായിസാണ്, അത് ഇജ്മാ ക്ലിയർ ആണ് എന്ന് മനസ്സിലാക്കപ്പെടാം. ഐളൻ വലൗ കാനൽ ഇത്തിഫാഖു മിനൽ ഹാദിസി ബഅദഹും ആണെങ്കിലും അതും ജായിസാണ്. ലിസുദ്ഖി താരീഫിൽ ഇജ്മാഇ, ഇജ്മാഇന്റെ താരീഫ് സ്വാദിഖാകുന്നതിന് അലാ കുല്ലി മിൻ ഹാദൈനി ഇത്തിഫാഖൈൻ. അങ്ങനെ പറ്റുമെന്ന് താരീഫ് എന്ന് മനസ്സിലായി. എന്താ അങ്ങനെ പറ്റുമെന്ന് പറയാൻ കാരണം വളരെ വ്യക്തമാണ്, കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വവജ്ഹുൽ ജവാസി, ജായിസാകാനുള്ള ന്യായം അന്നഹു യജൂസു അൻ യദ്ഹറ മുസ്തനദുൻ ജലിയുൻ. ഓരങ്ങനെ ഇഖ്തിലാഫായി പിരിഞ്ഞു, പുതിയ ഒരു എന്താ പറയുക, ഇഖ്തിലാഫായി പിരിഞ്ഞ് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ ഒരു പിന്നെ ഇങ്ങനെ ഒന്നും അന്വേഷിക്കണമൊക്കെ ഉണ്ടാവുമല്ലോ. ഇഖ്തിലാഫായിട്ട് ഒരാഴ്ചയിലായിട്ടുള്ളൂ, ഒരാഴ്ച 4 ദിവസമായിട്ടുള്ളൂ. പുതിയ വ്യക്തമായ വല്ല അവലംബവും ആകാമല്ലോ, ലാഹിറാകാമല്ലോ. യുജ്മിഉന അലൈഹി, അതിൻ്റെ മേൽ എല്ലാവരും കൂടെ ഇജ്മാ ആയി, അങ്ങനെ ഇജ്മാ ആകാൻ പറ്റുന്ന പുതിയ മുസ്തനദ് ലാഹിറാകാമല്ലോ എന്നതാണ് അതിൻ്റെ ഇല്ലത്തായിട്ട് പറഞ്ഞത്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. വഖദ് അജ്മഅത്തി സ്വഹാബത്തു, സഹാബത്ത് ഇജ്മാ ആയി അലാ ദഫ്നിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ബൈത്തി ആയിഷ റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് എവിടെയാണ് ദഫൻ ചെയ്യേണ്ടത് എന്ന വിഷയത്തിൽ കുറച്ച് നേരം ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, നീണ്ടുപോയിട്ടില്ല. ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ തന്നെ ചിലപ്പോൾ ഉത്തരവാദപ്പെട്ട ആൾക്കാരൊക്കെ ഇടപെട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ഇത്തിഫാഖായി. ബഅദ ഇഖ്തിലാഫിഹിം അല്ലദീ ലം യസ്തഖിറ. ഇതിപ്പോൾ നമ്മുടെ ഇടയിലൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ജമ്മു എന്ന് പറഞ്ഞാൽ ഒരു ഓതിപ്പടിച്ച ആളെ കിതാബ് മാത്രമല്ല. അത് നമ്മൾ ജമ്മിൽ ശരിക്കും മനസ്സിലാക്കേണ്ടതാണ്. ജംഉൽ ജവാമി, ഉസൂലുൽ ഫിഖ്, പ്രത്യേകിച്ച് നമ്മൾ ജംഉൽ ജവാമിയിലെ ഓരോ വിഷയങ്ങൾ പലതെന്ന് പറഞ്ഞാൽ സുബ്കി ഇമാമിൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ്. സുബ്കി ഇമാമിൻ്റെ ആ രീതി ശൈലിയൊക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. മഹല്ലി ഇമാമിൻ്റെ ശൈലിയൊക്കെ മനസ്സിലാക്കണം. ഏതായാലും ഈ സാധനം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഓതി പഠിച്ച് പരീക്ഷ തരുന്ന സാധനം മാത്രമല്ല. നമ്മളെ നിത്യജീവി ഉസൂലല്ലേ, നമ്മളെ ഫിഖ്ഹിൽ നമ്മുടെ ജീവിതത്തിൻ്റെ പല സ്ഥലത്തും നമുക്ക് പയറ്റാനുള്ള നമ്മുടെ ജീവിത ശൈലിയാണ്. കോടതിയിലേക്കുള്ള നിയമാവലിയാണ്. നിത്യജീവിതത്തിൽ നല്ല ആക്സസ് ഉള്ള സാധനമാണ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ. നമ്മുടെ ഇടയിലൊക്കെ സാധാരണയായിട്ട് സംഭവിക്കാം. നമ്മൾ ഈ മുജ്തഹിദീങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉദാഹരണത്തിന് മനസ്സിലാക്കാൻ ഉസ്താദന്മാരൊക്കെ എടുത്താൽ മതി. നമ്മുടെ ചിലപ്പോൾ ചില വിഷയത്തിൽ 1-2 അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ 2 ദിവസമൊക്കെ അഭിപ്രായമായിട്ട് മുന്നോട്ട് പോകും. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ അല്ല കേട്ടോ, ഇങ്ങനെ കേട്ടോ എന്നൊക്കെ വന്ന് പുതിയ എന്തെങ്കിലുമൊക്കെ ദലീൽ കിട്ടും. അപ്പോൾ വീണ്ടും സ്റ്റാഫ് യോഗം ചേരും. എന്നിട്ട് എല്ലാവരും കൂടി ഒരഭിപ്രായത്തോടെ ഇത്തിഫാഖാവും. കുഴപ്പമില്ല. ഖിലാഫ് മുസ്തഖിറായി എന്ന് പറഞ്ഞാൽ ഈ 2 അഭിപ്രായത്തിൻ്റെ മേൽ കുറേ കാലം നീണ്ടുപോയി. അങ്ങനെ ഖിലാഫാണ് മുസ്തഖിറായി, പിന്നെ പറ്റുമോ അത് വേറെ വിഷയം. അമ്മൽ ഇത്തിഫാഖു ബഅദഹു ഐ ബഅദ ഇസ്തിഖറാറിൽ ഖിലാഫി, ഖിലാഫ് മുസ്തഖിറായതിന് ശേഷമുള്ള ഇത്തിഫാഖ്, ആ ഇത്തിഫാഖ് എന്ന യോടുന്ന് മിൻഹും, അവരിൽ നിന്ന് തന്നെ, ആ മുജ്തഹിദീങ്ങൾ തന്നെ, അവരിൽ നിന്ന് തന്നെ ഖിലാഫ് മുസ്തഖറക്കായതിന് ശേഷം ഇത്തിഫാഖ് ഉണ്ടാകും. മിൻഹും എന്നത് ഹുവ ഖൈദുൽ ലിൽ ഇത്തിഫാഖിൽ മുഖദ്ദർ. ഖൈദ് മല്ലിമാം കാലത്ത് കൃത്യമായി പറഞ്ഞു. ഖൈദുൽ ലിൽ ഇത്തിഫാഖിൽ മുഖദ്ദർ. മിൻഹും എന്നത് അതിൻ്റെ താലിലൊക്കെ കൊടുക്കുകയാണ്. ഇത്തിഫാഖുമൊക്കെയാണ് അവരിൽ നിന്നുള്ള ഇത്തിഫാഖ്. അതിന് ഇത്തിഫാഖ് എന്നുള്ളത് മത്നല്ല, ശർഹാണ്. നോക്കി, വ അമ്മാ ബഅദഹു മിൻഹും ന, വ അമ്മാ ബഅദഹു മിൻഹും. അമ്മ വന്നതുകൊണ്ട് ഇനി പുതിയ വിഷയം തുടങ്ങുകയാണ്, മുന്നേക്ക് മടക്കാൻ പറ്റില്ല. വ അമ്മാ ബഅദഹു മിൻഹും, മിൻഹും മത്നാണ്. അപ്പം മത്നിൽ മിൻഹും എന്നതിന്
കൈത് കൊടുക്കാൻ, അല്ലെങ്കിൽ മിൻഹും എന്നതുകൊണ്ട് കൈത് കൊടുക്കാൻ, മിൻഹും എന്നതിനെ താലൂക്ക് ചെയ്യാൻ ഇത്തിഫാഖ് ഇല്ലല്ലോ. ഇത്തിഫാഖ് എവിടെയുള്ളത്? ഷറഹിൽ മഹലിമാമ് കൊടുത്തതാണ്. അതാണ് മുഖദ്ദറായ ഇത്തിഫാഖ് എന്ന് പറഞ്ഞത്. മത്നിലില്ല, മഹലിമാം അത് തഖ്ദീർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ ഇത്തിഫാഖിനോടാണ് മിൻഹും എന്നതിൻ്റെ താലൂക്ക്. ഏതായാലും ഖിലാഫ് മുസ്തഖിറായതിന് ശേഷം അവരിൽ നിന്ന് തന്നെ ഇത്തിഫാഖ് ഉണ്ടാകൽ ഫമനഅഹുൽ ഇമാമുർ റാസി മുത്ലഖൻ വജവ്വസഹുൽ ആമുദി മുത്ലഖൻ. ഇമാം റാസി പറഞ്ഞു നിരുപാധികം പറ്റൂല, ആമുദി ഇമാം പറഞ്ഞു നിരുപാധികം പറ്റും. മുത്ലഖൻ എന്ന് പറഞ്ഞാൽ ഇനി ബാക്കിൽ എന്ത് വരും? ഒരു കൈത് വരും, ആ കൈതില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ഉദാഹരണത്തിലേക്ക് വരാം. നമ്മളെ ഉദാഹരണം ഇവിടെയാണ് ഒന്നുകൂടി ഫിറ്റാക്കുക. കാരണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഷെയ്ഖുനൊക്കെ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട്. സമസ്തയിൽ ഖിലാഫ് മുസ്തഖിറായ മസലാണ് ഈ മസല. രണ്ടു കൂട്ടരും വലിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി, വലിയ തർക്കമൊക്കെ ഉണ്ടായി. കുറേ കാലം ആ തർക്കം ഇങ്ങനെ നിലനിന്നു പോയി. അങ്ങനെ അവസാനം അന്ന് അധ്യക്ഷനായിരുന്ന കണ്ണിയത്ത് ഉസ്താദ് സമസ്തൻ്റെ യോഗത്തിൽ അധ്യക്ഷൻ നിലക്ക് പറഞ്ഞത്, രണ്ട് അഭിപ്രായം പറയുന്നുണ്ട്, പറ്റുന്നു പറ്റൂല. സമസ്തക്കതിൽ തീരുമാനമില്ല. പറ്റും എന്ന് പറഞ്ഞാൽ പറ്റും എന്ന് അങ്ങനെയും പോവുക, പറ്റൂല എന്ന് പറഞ്ഞാൽ പറ്റൂല പറഞ്ഞിട്ട് അങ്ങനെയും പോവുക. സമസ്തക്ക് തീരുമാനമില്ല എന്ന് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞു എന്ന് ഷെയ്ഖുന പറയും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഖിലാഫ് മുസ്തഖിറായി എന്നർത്ഥം. ഖിലാഫ് മുസ്തഖിറായാൽ പിന്നെ ഇനി അങ്ങനെ ഇത്തിഫാഖ് ഉണ്ടാകാൻ പറ്റുമോ? അതാണ് അടുത്തത്. ഫമനഅഹുൽ ഇമാമുർ റാസി, ഇമാം റാസി പറഞ്ഞു പറ്റൂല, ആമുദി ഇമാം പറഞ്ഞു പറ്റും. ഇനി മൂന്നാമത്തൊരു ഖീല, ഒരു തഫ്സീൽ. എന്താ ഖീല? യജൂസു പറ്റും, ഇല്ല അൻ യകൂന മുസ്തനദുഹും ഫിൽ ഇഖ്തിലാഫി ഖാതിഅൻ. ഇഖ്തിലാഫിലുള്ള അവരുടെ അവലംബം ഖാതിഅയാൽ ഒഴികെ. ഖാതിഅയ ദലീൽ, നസ്സ് അങ്ങനെയൊക്കെയുള്ള ഖാതിഅയ ദലീൽ, ഖാതിഅയ ദലീലാണ് ഇഖ്തിലാഫിൽ അവരുടെ മുസ്തനദ് അവലംബം. അങ്ങനെ ആയാൽ ഒഴികെ പറ്റും, അങ്ങനെയാണെങ്കിൽ പറ്റില്ല. ഓല അഭിപ്രായം അനുസരിച്ചിട്ടോ, അവിടെ അഭിപ്രായം അനുസരിച്ച് ഇവരും ഖാതിഅയ ദലീൽ വെച്ചിട്ടാണ് പറയുന്നത്, ഇവരെടുത്തും ഖാതിഅയ ദലീൽ വെച്ചിട്ടാണ് പറയുന്നത്. ഖാതിഅയ ദലീലാണ് അവരുടെ മുസ്തനദ്, ഇഖ്തിലാഫിലെ തന്നെ മുസ്തനദ്. അങ്ങനെ ആണെങ്കിൽ പിന്നെ ഇത്തിഫാഖാകാൻ പറ്റില്ല. പിന്നെ ഓരോരുത്തർ ഇത്തിഫാഖാകുക എന്ന് പറഞ്ഞാൽ ഒരു ഖാതിഅനെ അവിടെ എന്ത് ചെയ്യണം? ഇൽഗാ ചെയ്യണം. അത് പാടില്ല. കെയിലാണ് ഈ കെയില എന്ന് പറഞ്ഞിട്ടോ, ഈ കെയിലയാണ് പറയുന്നത്. അത് മനസ്സിലാക്കണം. അതല്ല ഓലെ മുസ്തനദ്, ഇഖ്തിലാഫിലെ മുസ്തനദ് ഖാതിയൊന്നല്ല, ഖാതിയായ ദലീല, ലന്നിയായ ദലീലാണ്. എന്നാൽ കുഴപ്പമൊന്നുമില്ല, പിന്നീട് ഇത്തിഫാഖാകാം ഊർക്കന്നെ എന്നൊരു കെയില. ഫലാ യജൂസു, അങ്ങനെ ഖാതിയാണെങ്കിൽ ജായിസല്ല. കാരണം ഖാതിയായ ദലീലാണ് അവിടെ ഇഖ്തിലാഫിൻ്റെ മുസ്തനദ് എങ്കിൽ പിന്നെ ഓരോരുത്തർ ഇത്തിഫാഖാകുക എന്ന് പറഞ്ഞാൽ ഖാതിയായ ദലീലിനെ ഇൽഗാ ചെയ്യലാണ്, പറ്റൂല. ഫലാ ഹദറൻ മിൻ ഇൽഗാഇൽ ഖാതിഇ, ഖാതിഇനെ ഇൽഗാ ചെയ്യൽ സൂക്ഷിക്കാൻ വേണ്ടി. ഓക്കെ. ഇനി മറ്റുള്ളവരുടെ ദലീൽ. വഹ്തജ്ജൽ മാനിഉ, പാടില്ലെന്ന് പറഞ്ഞവർ തെളിവ് പിടിച്ചു. ആരാണ്? ഇമാം റാസി. ഇമാം റാസി ഇൻഷാ അല്ലാ ലാസ്റ്റ് മഹൽ ഇമാമിനെ കുറിച്ച് പറയാണ്ട്. ഇപ്പോൾ ഇമാം റാസി പോയി നോക്കുക. ഇപ്പോൾ ഇമാം റാസി, ഇമാം റാസി റഹിമഹുല്ലാ പറ്റൂല എന്ന് പറഞ്ഞു. എന്താ ഉത്തര തെളിവ്? അദ്ദേഹം തെളിവ് പിടിച്ചത് ബി അന്നസ്തിഖറാറുൽ ഖിലാഫി ബൈനഹും, അവരുടെ ഇടയിൽ ഖിലാഫ് മുസ്തഖിർ ആകൽ യതളമ്മനു, അതിൻ്റെ ഉള്ളിലൊരു ധ്വനിയുണ്ട്. ഖിലാഫ് മുസ്തഖിർ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു ധ്വനി, ഒരു തളമ്മുനിയായ ഒരു ദലാലത്തുണ്ട് അവിടെ. എന്താ? ഇത്തിഫാഖഹും അലാ ജവാസിൽ അഖ്ദി ബികുല്ലി മിൻ ഷിഖ്ഖയിൽ ഖിലാഫ്. അവർ യതളമ്മനു, ഖിലാഫ് മുസ്തഖിർ ആകൽ യതളമ്മനു ഉൾക്കൊള്ളിക്കുന്നു, ഇത്തിഫാഖഹും ഒരു ഇത്തിഫാഖായി, അലാ ജവാസിൽ അഖ്ദി പിടിക്കാം, സ്വീകരിക്കാം, ബികുല്ലി മിൻ ഷിഖ്ഖയിൽ ഖിലാഫ്, ഈ ഖിലാഫിൻ്റെ രണ്ട് ഷിഖിൽ നിന്ന് ഏതുകൊണ്ടും പിടിക്കാം, ഏതും സ്വീകരിക്കാം. ബിജ്തിഹാദിൻ, മുജ്തഹിദാണെങ്കിൽ ഇജ്തിഹാദ് കൊണ്ട് ഈ രണ്ടിൽ നിന്ന് ഏതും സ്വീകരിക്കാം. ഔ തഖലീദിൻ,
മുജ്തഹിദ് അല്ലാത്തവർക്ക് അവാമിന് തഖ്ലീദ് കൊണ്ട് രണ്ടിൽ നിന്ന് ഏതും സ്വീകരിക്കാം എന്ന ഒരു ഇത്തിഫാഖ് അതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഉദാഹരണത്തേക്ക് വരാം. എന്താ ഉദാഹരണം? ഖുർആൻ പരിഭാഷ. സമസ്ത തീരുമാനിച്ചു എന്താ? ഈ വിഷയത്തിൽ ഖിലാഫ് മുസ്തഖിറാണ് സമസ്തയിൽ. സമസ്തക്കിൻ്റെ തീരുമാനമില്ല, പറ്റുമെന്ന് പറഞ്ഞാൽ പറ്റും, പറ്റൂല പറഞ്ഞാൽ പറ്റൂല എന്ന് സമസ്ത തീരുമാനിച്ചു. എന്നിട്ട് കുറേ കാലം അങ്ങനെ പോയി. ഖിലാഫാണ് മുസ്തഖിറായി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? മുജ്തഹിദീങ്ങളായ ആലിമീങ്ങൾ, അതായത് സമസ്തൻ്റെ, നമ്മൾ ഉദാഹരണത്തിന് സമസ്തൻ്റെ ആലിമീങ്ങൾ, ഓരോ ഈ വിഷയത്തിൽ ഏതും സ്വീകരിക്കാമെന്ന വിഷയത്തിൽ ഇത്തിഫാഖ. ഏതും ഈ പറ്റുന്നവർക്ക് പറ്റുന്നു പോവാം, പറ്റില്ലാത്തവർക്ക് പറ്റില്ല എന്ന് പോവാം. ഈ രണ്ട് ഷിക്കിൽ നിന്ന് ഏതും സ്വീകരിക്കാം. ഈ സ്വീകരിക്കുന്നത് ഈ മുജ്തഹിദീങ്ങളിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ ഓര് സ്വീകരിക്കുന്നത് ഇജ്തിഹാദ് മുഖേനായിരിക്കും. കാരണം മുജ്തഹിദിന് തഖ്ലീദ് പറ്റൂലല്ലോ. അവരാണ് ഈ സ്വീകരിക്കുന്ന ആൾക്കാർ എങ്കിൽ അവരാ സ്വീകരിക്കുന്നത് അവരുടെ രീതി ഇജ്തിഹാദ് മുഖേനായിരിക്കും. അതല്ല, സാധാരണക്കാർക്കും അങ്ങനെ തന്നെയാണോ? ഇതിൽ നിന്ന് ഏതും സ്വീകരിക്കാം. സാധാരണക്കാർ ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഏതും സ്വീകരിക്കാം. അത് ഏതടിസ്ഥാനത്തിലാണ്? അവർക്ക് ഇജ്തിഹാദും പറ്റൂല, അപ്പോൾ തഖ്ലീദ് അടിസ്ഥാനത്തിൽ. അപ്പോൾ തഖ്ലീദ് മുഖേന സാധാരണക്കാർക്ക്, ഇജ്തിഹാദ് മുഖേന മുജ്തഹിദീങ്ങൾക്ക് ഈ ഖിലാഫിൻ്റെ രണ്ട് ഷിക്കിൽ നിന്ന് ഏതും എടുക്കാം, അത് ജായിസാണ് എന്ന ഒരു ഇത്തിഫാഖ് അതിനുള്ളുണ്ടായി. പിന്നെ ഇനി അതിൻ്റെ ശേഷം ഏതെങ്കിലും ഒരു ഷിക്കുമ്മൽ ഇത്തിഫാഖാകാന്ന് പറഞ്ഞാൽ അത് പറ്റൂലല്ലോ. ഈ ഇത്തിഫാഖിനെ പൊളിക്കലല്ലേ. ഫയംതനിഉ ഇത്തിഫാഖുഹും ബഅദു, ശേഷം അവരുടെ ഇത്തിഫാഖ് മുംതനിയാണ് അലാ അഹദി ഷിഖൈനി, രണ്ട് ഷിക്കിൽ നിന്ന് ഒന്നിൻ്റെ മേളിലെ ഇത്തിഫാഖ് പറ്റൂല, മുംതനിയാണ്. കാരണം അത് ഈ ഇത്തിഫാഖിനെ പൊളിക്കലാണ്. നിലവിലൊരു ഇത്തിഫാഖ് ഉണ്ട് അവിടെ. സത്യത്തിൽ രണ്ട് ഷിക്കിൽ നിന്ന് ഏതും സ്വീകരിക്കാം, ഇജ്തിഹാദ് മുഖേന അല്ലെങ്കിൽ തഖ്ലീദ് മുഖേന എന്ന ഒരു തലമുറയുണ്ട്. അതിനെ പൊളിക്കലാവും ഇനി ഏതെങ്കിലും ഒന്നിൻ്റെ മേൽ ഇത്തിഫാഖാകൽ. അജാബൽ മുജവ്വിസു, ഇമാം മാമുദിയെ പോലുള്ള റഹ്മഹുല്ല പോലുള്ള ജായിസാക്കിയ ആളുകൾ മറുപടി പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്, നിങ്ങൾ പറഞ്ഞൊക്കെ ശരിയാണ്. ഏത് ഓലങ്ങനെ ഈ രണ്ട് അഭിപ്രായത്തിൻ്റെ മേൽ പറ്റും പറ്റൂല, അതിൻ്റെ മേൽ ഖിലാഫ് മുസ്തഖിറായി. അങ്ങനെ ഖിലാഫ് മുസ്തഖിറായാൽ അവിടെ ഒരു ഇത്തിഫാഖ് ഉണ്ടായി. ഏതാ ഇത്തിഫാഖ്? ഈ രണ്ട് ഷിക്കിൽ നിന്ന് ഏതും സ്വീകരിക്കാം. പറ്റുന്നവർക്ക് പറ്റുന്നു പോവുക. കണ്ണിയത്തുസ്താദ് അതേ വാക്കാണ് ഉപയോഗിച്ചത്. പറ്റുന്നവർക്ക് പറ്റുന്നു പോവുക, പറ്റില്ലാത്തവർക്ക് പറ്റില്ല എന്ന് പറയാം. നമുക്കിത് ഏതും സ്വീകരിക്കാം എന്ന ഒരു ഇത്തിഫാഖ് ഉണ്ടായി എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ആ തലമു, അങ്ങനെ ഒരു തലമുന ഒരു മായനതിൻ്റെ ഉള്ളിൽ ഉണ്ട് ശരി തന്നെ, പറ്റുമെന്ന് പറയാനുള്ള വിശദീകരണം. പക്ഷേ അതിലൊരു കൈതുണ്ട്, ഒരു അപ്രഖ്യാപിതമായൊരു ഷർത്തമുണ്ട്, അലിഖിതമായൊരു ഷർത്തമുണ്ട്. ബി അന്ന തലമുന മാതുക്കിറ, ആ പറയപ്പെട്ടതിൻ്റെ ആ തലമുൻ ഇങ്ങനെ അതിനുള്ളിലുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ, ഉണ്ട് ശരി തന്നെയാണ്. പക്ഷെ ആ തലമുന് മഷ്റൂത്തുൻ, കണ്ടീഷൻ സപ്ലൈ, മഷ്റൂത്തുൻ, അതിനൊരു കൈത്, ഒരു കണ്ടീഷൻ. എന്താ? ബി അദമിൽ ഇത്തിഫാഖി ബഅദു അലാ അഹദി ഷിഖൈനി, ശേഷം ഈ രണ്ട് ഷിക്കിൽ നിന്ന് ഒന്നിൻ്റെ മേൽ ഇത്തിഫാഖ് ഇല്ലാതിരിക്കുമ്പോഴാണ് അതുണ്ടാവുള്ളൂ കേട്ടോ. ശേഷം ഒരു ഇത്തിഫാഖ് വന്നാൽ അതോടെ ഈ തലമുന് പോകും എന്ന ഒരു അലിഖിതമായ ഒരു കൈത് അവരുണ്ട് എന്നാണ് മുജവ്വിസ് പറഞ്ഞത്. അഫൈദ ഉജിദ, ശേഷം ഒരു ഷിക്കിൻ്റെ മേൽ ഇത്തിഫാഖ് ഉണ്ടായാൽ ഫലത്തിഫാഖ ഖബ്ലഹു, അപ്പോൾ പിന്നെ മുമ്പ് അവിടെ ഇത്തിഫാഖ് ഇല്ല, ആ ഇത്തിഫാഖ് പരിഗണനീയമല്ല. ഇതാണ് മുജവ്വിസിൻ്റെ വിശദീകരണം. പിന്നെ ശ്രദ്ധിക്കണം. പിന്നെ വൽ ഖിലാഫു, ഒരു കാര്യം, വൽ ഖിലാഫ്, ഈ ഖിലാഫ് മബ്നിയുൻ അലാ അന്നഹു ലാ യുഷ്തറതു ഇൻഖിറാദുൽ അസ്ലി, ഇൻഖിറാദുൽ അസ്ൽ ഷർത്തില്ല എന്നതിൻ്റെ മേലെടുക്കപ്പെട്ടതാണ്. ശരിയാണ്. ഇൻഖിറാദുൽ അസ്ൽ ഷർത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴുള്ള മുജ്തഹിദീങ്ങളുടെ കാലമൊക്കെ കഴിയുമ്പോഴല്ലേ ഇജ്മാഇനെ മുനഖിദാവുള്ളൂ, ഇജ്മാഇനെ സ്ഥിരപ്പെടുള്ളൂ. അപ്പോൾ ഒരു അവസാന കാലത്ത് എന്താണോ പറഞ്ഞത് അതായിരിക്കുമല്ലോ അപ്പോൾ അവിടുത്തെ ഇജ്മാ. അത് നമ്മൾ കാരണം പറഞ്ഞത് തന്നെ അതാണല്ലോ. ഇൻഖിറാദുൽ അസ്ൽ ഷർത്ത് ആണ് എന്ന് പറഞ്ഞോല് കാരണം പറഞ്ഞതെന്താ? എന്തെങ്കിലുമൊക്കെ എന്താ പറയുക, ശരിയല്ല എന്നവർക്ക് പിന്നീട് തോന്നിയാലും മടങ്ങി തിരുത്തേണ്ടി വരൂലേ എന്നൊക്കെയാണ് കാരണം പറഞ്ഞത്. ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇൻഖിറാദുൽ അസ്ൽ ഷർത്ത്
ആണ് എന്ന് പറയുകയാണെങ്കിൽ ഇത്തിഫാക്കിനൊരു കുഴപ്പമില്ല. കാരണം ഒരു അവസാനം എന്താണോ പറഞ്ഞത് അതായിരിക്കും സ്വീകരിക്കുക. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഇൻഖിറാദുൽ അസ്ർ ഷർത്തില്ല എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇൻഖിറാദുൽ അസ്ർ ഷർത്തില്ല എന്ന് പറഞ്ഞാൽ ആലിമീങ്ങൾ ഇപ്പം ചേർന്ന് എല്ലാവരും കൂടി ഇത്തിഫാക്കായി അതോടെ സ്ഥിരപ്പെട്ടു. ഓലെ കാലം കഴിയണമെന്നില്ല. ഓലെ കാലം കഴിയണമെന്ന് പറയുമ്പോൾ ഓലെ അവസാന കാലത്ത് എന്താണോ പറഞ്ഞത് അതാണ് സ്വീകരിക്കുക. ഫൈനുസ്തുരിത്ത ഇൻഖിറാദുൽ അസ്ർ ഷർത്താക്കപ്പെട്ടാൽ ജാസൽ ഇത്തിഫാഖു, അങ്ങനെ പിന്നീട് ഇത്തിഫാഖ് അവരിൽ നിന്ന് തന്നെ ഉണ്ടാകാം. മുത്ലഖൻ ഖത്അൻ, ഒരു കൈതുമില്ല, ഉറപ്പൻ, ഒരു സംശയവുമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ആരാണ് പറ്റുമെന്ന് പറഞ്ഞത്, ആരാണ് പറ്റില്ല എന്ന് പറഞ്ഞത്. ചെറിയൊരു മാറ്റം. മഹല്ലിമാമ് ചെറുതായിട്ട് സുബുക്കിമാമിനൊന്ന് ശരിയാക്കണം. ചെറിയൊരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഫീമ നസബഹുൽ മുസന്നിഫ് ചേർത്തിയതിലുണ്ട് ഇലൽ ഇമാമി വൽ ആമുദി, ഇമാം റാസി, ഇമാം ആമുദി റഹിമഹുമുള്ള ഇവരിലേക്ക് ചേർത്തിയതിലുണ്ട് ഇൻഖിലാബ്, ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. സംഗതി വലിയ മാറ്റം തന്നെയാണ്. വൽ വാഖിഉ, യഥാർത്ഥം അന്നൽ ഇമാമ ജവ്വസ വൽ ആമുദിയ മനഅ, നേരെ തിരിച്ചാന്നർത്ഥം. സുബുക്കിമാമേ പറഞ്ഞ മഹല്ലിമാമു പറഞ്ഞ സാധേ സുബുക്കിമാമേ നിങ്ങൾ പറഞ്ഞത് ഇമാം റാസി പറ്റൂലെന്നും ഇമാം ആമുദി പറ്റുന്നും പറഞ്ഞു. നേരെ തിരിച്ചാണ്. ഇമാം റാസി പറ്റുന്നും ആമുദി ഇമാമ് പറ്റൂലെന്നോ പറഞ്ഞിട്ടോ. ചെറിയൊരു മാറ്റം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മഹല്ലിമാം ഇങ്ങനെ ചെറിയ തോണ്ടൽ, ചിലതിങ്ങനെ പ്രത്യക്ഷമായിട്ട് പരസ്യമായിട്ടുണ്ടാവും, ചിലതിനെ ഉള്ളിൽ കൂടെ തോണ്ടും. ഇൻഷാ അല്ലാഹ് നമ്മൾ ആ സമയത്ത് പറഞ്ഞുതരാം. വഅമ്മൽ ഇത്തിഫാഖു മിൻ ഗൈരിഹി, ഖിലാഫ് മുസ്തഖിറായതിനു ശേഷം അവരിൽ നിന്ന് തന്നെ ഇത്തിഫാഖാണ് ഇപ്പോൾ പറഞ്ഞത്. ഖിലാഫ് മുസ്തഖിറായതിനു ശേഷം മറ്റുള്ളവരിൽ നിന്നുള്ള ഇത്തിഫാഖോ, അപ്പോൾ സമസ്തൻ്റെ ആലിമീങ്ങൾ ആ 40 അംഗ മുഷാവറ അങ്ങനെ ഖിലാഫ് മുസ്തഖിറായി പിരിഞ്ഞു. ഓല കാലമൊക്കെ കഴിഞ്ഞു. ആ കാലം കഴിയണവരെ അങ്ങനെ തന്നെ ഖിലാഫ് അങ്ങനെ തന്നെ മുസ്തഖിറായിട്ട് പോയി. അങ്ങനെ പിൽക്കാലത്ത് ഇന്നത്തെ കാലത്തൊക്കെ ഉള്ള മിക്കവാറും അന്നുള്ള ആളുകളിൽ നിന്നുള്ള ആരും ഇപ്പം ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല, സാധ്യത കാണുന്നത് കുറവാണ്. ഏതായിരുന്നാലും മറ്റുള്ളവർ ഏതെങ്കിലും ഒരു ഷക്കിൻ്റെ മേൽ ഇത്തിഫാഖാകാൻ പറ്റുമോ? മിൻ ഗൈരിൽ മുഖ്തലിഫീൻ, അന്ന് ഇഖ്തിലാഫായ ആൾക്കാർ അല്ലാത്തവർ, ബഅദ ഇസ്തിഖ്റാൽ ഖിലാഫി ബിഅൻ മാതു വനശഅ ഗൈറുഹും, അത് ഫൽ അസഹു അന്നഹു മുംതനിഉൻ, അത് പറ്റില്ല. ഇൻ ത്വാല സമാൻ, കാലം കുറച്ച് നീണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പറ്റൂല. കാലം നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ നീണ്ട കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഈ പുതിയ വല്ല ദലീലൊക്കെ ഉണ്ടെങ്കിൽ, വല്ല വജ്ഹു ഉണ്ടെങ്കിൽ അത് ഈ മുഖ്തലിഫീങ്ങൾക്ക് തന്നെ മനസ്സിലാവേണ്ടതായിരുന്നു. അതിനുള്ള സമയമൊക്കെ ഉണ്ടായിരിക്കണമല്ലോ. ഐ സമാനുൽ ഇഖ്തിലാഫ് ഇത് ലം ഖദഹ വജ്ഹുൻ, വല്ല വജ്ഹും ലാഹിറായിരുന്നെങ്കിൽ ഫീ സുഖൂതിഹി, ആ ഖിലാഫ് സാഖിത്താകുന്ന വിഷയത്തിൽ വല്ല വജ്ഹും ലാഹിറായിട്ടുണ്ടെങ്കിൽ ലഹറ ലിൽ മുഖ്തലിഫീന, ഈ മുഖ്തലിഫീങ്ങൾക്ക് തന്നെ ലാഹിറാകേണ്ടിയിരുന്നു. ബി ഖിലാഫി മാ ഇദാ ഖസുറ, കുറച്ച് കാലമായിട്ടുള്ളൂ, അപ്പോൾ ചിലപ്പോൾ ഇവർ നോക്കി എത്തിയിട്ടുണ്ടാവില്ല, അപ്പോഴേക്ക് മറ്റവർക്ക് കിട്ടിയാനൊക്കെ ഉണ്ടാകാമല്ലോ. ഫഖദ് ലാ യദ്ഹറു, അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഫഖദ് ലാ യദ്ഹറു, വളരെ സൂക്ഷ്മതയുള്ള ഇബാറത്താണ്. ഫഖദ് ലാ യദ്ഹറു, ചിലപ്പോൾ അങ്ങനെ ലാഹിറാകാതെ നിന്നേക്കാം. ലഹും, അവർക്ക്, ആ മുഖ്തലിഫീങ്ങൾക്ക് ലാഹിറായില്ല. ഫഖദ് ലാ യദ്ഹറു ലഹും, മുഖ്തലിഫീങ്ങൾക്ക് ഇത് ലാഹിറായി ആകാതെ ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓ യദ്ഹറു ലിഗൈരിഹിം, ബാക്കിയുള്ളവർക്ക് ലാഹിറാവുകയും ചെയ്തു. അതിനുണ്ടായേക്കാം. അതിനെ ഇവർ നോക്കി എത്തിയിട്ടില്ല, അതിനൊക്കെ കുറഞ്ഞ സമയമില്ലായിട്ടുള്ളൂ, അതിനുണ്ടാവാം. പിന്നെ അപ്പോൾ അതുകൊണ്ട് സമാന് തോലയാണെങ്കിൽ, നീണ്ടുപോയിട്ടുണ്ടെങ്കിൽ പറ്റൂല, മുത്തലിയാണ്. വഖീല യജൂസ് മുത്തലഖൻ, മുത്തലഖൻ ജായിസാണ്. മറ്റുള്ളവർ സമാന് നീണ്ടുപോയാലും ഇല്ലെങ്കിലൊക്കെ ഒരു ഷിക്കിൻ്റെ മേൽ ഇത്തിഫാഖാകുക എന്നുള്ളത് പറ്റും. ഇവർ പറഞ്ഞ കാരണം നേരത്തെ പറഞ്ഞൊരു വേറൊരു വേർഷനാണ്. എന്താ, ഇവർക്ക് മനസ്സിലാകാത്തത് മറ്റവർക്ക് മനസ്സിലാകാലോ. ലി ജവാസി ളുഹൂരി സുഖൂത്തിൽ ഖിലാഫി, ആ ഖിലാഫ് സാഖിത്താണെന്നത് ലാഹിറാകാമല്ലോ. ലി ജവാസി, ആ ഖിലാഫിൻ്റെ സുഖൂത്ത്, അങ്ങനെ ഖിലാഫ് ആവശ്യമില്ല, അതിൻ്റെ ളുഹൂർ ജായിസ, ലാഹിറാകാമല്ലോ, ആ ഖിലാഫ് വെറുതെയാണ് എന്നത് ലാഹിറാകാമല്ലോ. ലി ഗൈരിൽ മുഖ്തലിഫീന, മുഖ്തലിഫീങ്ങൾക്കല്ലാത്തവർക്ക്, ആ മുഖ്തലിഫീങ്ങളുണ്ട്, ആ മുഷാവർ, അവരല്ലാത്ത പുതിയ ആളുകൾക്ക്, ദൂരഹും, അവരെ കൂടാതെ ഓൽക്കത് ലാഹിറായില്ല,
അല്ലാത്തവർക്ക് ലാഹിറായി മുത്തുലക്കൻ നിരുപാധികം. ഇവർക്ക് അങ്ങനെ മനസ്സിലായി, ഇവർക്ക് മനസ്സിലായില്ല, അങ്ങനെ ഉണ്ടാകാലോ എന്നൊരു കീല. പിന്നെ മനസ്സിലാകണ്ടല്ലോ അല്ലേ? ഇൻഷാ അല്ലാഹ്. വഉലിമ അന്ന തമസ്സുക വഉലിമ അന്ന തമസ്സുക ബിഅഖല്ലി മാ ഖീല ഹഖ്ഖുൻ. വഉലിമ പിന്നെ മനസ്സിലായി, അന്ന തമസ്സുക ബിഅഖല്ലി മാ ഖീല ഹഖ്ഖുൻ. അന്ന തമസ്സുക പിടിക്കൽ, ബിഅഖല്ലി മാ ഖീല പറയപ്പെട്ടതിൽ നിന്ന് അഖല്ല് കൊണ്ട് പിടിക്കൽ. ഇൻഷാ അല്ലാഹ് വിശദീകരണം വരും. പറയപ്പെട്ടതിൽ നിന്ന് അഖല്ല് കൊണ്ട് പിടിക്കൽ ഹഖ്ഖുൻ, അത് ഹക്കാണ്, ബാധ്യതയാണ്, പിടിക്കണം. അപ്പോൾ മുജ്തഹിദീങ്ങൾ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ അവരുടെ മുൻകാല മുജ്തഹിദീകൾ അല്ലെങ്കിൽ മുൻകാല ഉലമാവിന് ഒരു 3 അല്ലെങ്കിൽ 4 അഭിപ്രായം കാണുന്നുണ്ട്. അതിൽ അഖല്ല് എന്തായാലും പിടിക്കണം, കാരണം അതെല്ലാവരും ഇത്തിഫാക്കായ വിഷയമാണ്. ലിഅന്നഹു തമസ്സുകുൻ ബിമാ ഉജ്മിഅ അലൈഹി. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ പിടിക്കപ്പെട്ടു, അപ്പോൾ അവരിൽ നിന്ന് എന്താ പറയുക, അതിനുള്ള നഷ്ടപരിഹാരം വാങ്ങണം എന്ന് വെച്ചു. എന്തെങ്കിലും ഒരു കേസ് നഷ്ടപരിഹാരം എത്രയാണ് വേണ്ടത്? ഒരു കൂട്ടർ പറഞ്ഞു ഒരു 500 റുപ്യ വാങ്ങാം, 1000 പോലെ 1000 കൂട്ടർ, വേറൊരു കൂട്ടർ 1500. അപ്പം 3 കൂട്ടരായി. അങ്ങനെ ആ ഖിലാഫായിട്ട് അങ്ങനെ 3 കൂട്ടരായിട്ടാണ് പോയി. രണ്ടാമത്തെ പിൽക്കാലത്തൊരു വിഭാഗം വരുമ്പോൾ ഇത് കാണുകയാണ്, ഇവിടെ 3 അഭിപ്രായം കാണുകയാണ്. 500 എന്തായാലും പിടിച്ചോളാം, 500 എന്തായാലും പിടിക്കണം. അതെന്താ കാരണം? അത് എല്ലാവരും സമ്മതിച്ചതാണ്, അത് വേണ്ടെന്നുള്ള അഭിപ്രായം ആർക്കും ഇല്ല. 500 പിടിക്കാനുള്ള ഹക്കാണ്, അത് ഒരു സംശയം, ഹക്കാനതാ, അത് ഉറപ്പ, ബാധ്യത അത് ഉറപ്പാണ്, അതിന് സംശയമില്ല. അതിൻ്റെ മേലുള്ളത് വേണമെങ്കിൽ ഒഴിവാക്കാം. കാരണം എന്താ, പിന്നെ അതിൻ്റെ മേലുള്ളത് വേണോ വേണ്ടേ, വേണമെന്നാകാം, വേണ്ടാന്നാകാം. അപ്പോൾ അസിൽ വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അസിലേക്ക് മടക്കാൻ വേണമെന്നുണ്ടെങ്കിൽ അഖല്ല് എന്തായാലും പിടിക്കണം. അതിനേക്കാൾ സായിദ അസിലേക്ക് മടക്കാം, അസിൽ അതുമാണ്. ലിഅന്നഹു അഖല്ല് മാ ഖീല കൊണ്ടുള്ള പിടിക്കൽ, ആ തമസ്സുക്കുൻ ബിമാ ഉജ്മഅ അലൈഹി, ഇജ്മാ ആക്കപ്പെട്ട ഒന്നുകൊണ്ടുള്ള പിടിക്കലാണ്. കണ്ടോ, നമ്മൾ ഉദാഹരണത്തിന് 500 എല്ലാവരും ഇജ്മാ ഉള്ളു, ഈ 3 അഭിപ്രായം 500 വേണമെന്നുള്ള അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. പിന്നെ അപ്പം അതിൻ്റെ ഏറെ ഉള്ളതാണ്, അത് ഒഴിവാക്കാൻ മീമത്തി അതിക്ക് ഒന്നും കൂടി ഒരു കൂട്ടപ്പെട്ടത്. എന്താ കൂട്ടപ്പെട്ടത്? അന്നൽ അസ്ല അദമു വുജൂബി മാസാദ അലൈഹി, ആ മാക്കയിൽ ആ അഖല്ലിനേക്കാൾ കൂടുതലുള്ളതിൻ്റെ വുജൂബ് അത് നിർബന്ധമാവും. അതും നിർബന്ധമല്ലേ? അങ്ങനെ പറഞ്ഞൊരു ഇല്ലേ ഉണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ഏതെടുക്കുക? അസ്ല അതുമാണ്. അസ്ല അതുമോ എന്നുള്ളത് 500 പറ്റില്ല, അതെല്ലാവരും ഇജ്മാഅയ വിഷയമാണ്. അതിനേക്കാൾ ഏറെ ഉള്ളിടത്ത് അത് വാജിബാണോ അല്ലേ, അവിടെ അസ്ൽ എടുക്കുക, അത് വുജൂബ്, അത് വാജിബല്ല എന്നുള്ള അസ്ലും പിടിക്കുക. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ അഖല്ല് ഹക്കാണെന്ന് വരും. മിസാലുഹു അന്നൽ ഉലമാ ഇഖ്തലഫു ഫീ ദിയത്തി ദിമ്മിയി അൽ വാജിബത്തി അലാ ഖാതിലിഹി. ഒരു ദിമ്മിയായ ഒരാളെ, ഒരു മുസ്ലിമായ ഒരാൾ കൊല്ലാണ്. അപ്പോൾ ഈ ദിമ്മിയായ ആൾക്ക് ദിയത്ത് എത്ര? അവനെ കൊന്ന മുസ്ലിമിൻ്റെ മേൽ നിർബന്ധമാണ്, മുസ്ലിം കൊടുക്കേണ്ട ദിയത്ത്, ദിമ്മിയനെ കൊന്നതിന് വേണ്ടി കൊടുക്കേണ്ട ദിയത്ത് എത്രയാണ്? ഫഖീല ഒരു അഭിപ്രായം, അഭിപ്രായം സഹാബത്തിൻ്റെ കാലത്തിനുള്ള അഭിപ്രായമാണ്. കദിയത്തിൽ മുസ്ലിമി, മുസ്ലിമിൻ്റെ കൊന്ന ദിയത്ത് എത്ര? അതന്നെ. അല്ല കനുസ്ഫിഹ, അല്ല കസുലുസിഹ, 3 അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം ഷാഫി ഇമാമു സുലുസ പിടിച്ചത്. അതെന്താ? ഇത്തിഫാഖ് അലാ വുജൂബി, അത് ഹക്കാണ്, അതിൻ്റെ വുജൂബിന് വേണ്ടി ഇത്തിഫാഖുണ്ട്. അപ്പോൾ നിസ്ഫുൽ ജേൻ അവിടെ ഷാഫി ഇമാം എന്ത് ചെയ്തു? വനഫാ വുജൂബ സായിദി അലൈഹി, സുലുസിനേക്കാൾ വർദ്ധിച്ചതിൻ്റെ വുജൂബിനെ ഷാഫി ഇമാം നഫി അത് വേണ്ടാന്ന് വെച്ചു, സുലുസ് പിടിച്ചു. അതെങ്ങനെ വേണ്ട വെച്ചത്? ബിൽ അസ്ലി, അസ്ലി അതുമാണ്, അസ്ലി അതുമാണ് എന്ന കായികയും പിന്നെ അഖല്ല് മാ ഖീല ഹക്കും എന്നതും കൂടി കൂട്ടിപ്പിടിച്ചപ്പോൾ സുലുസ് നിർബന്ധമായി. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ വിഷയം അഹ്ലിമാം പറഞ്ഞു തരികയാണ്. ചിലപ്പോൾ അഖല്ലല്ല ഇവിടെ പിടിക്കേണ്ടത് എന്നതിന് വേറെ ദലീലും കൂടി ഉണ്ടാവാം. ഷാഹിദ് വേറൊരു ദലീലും എക്സ്ട്രാ ദലീലും കൂടി വേറൊരു ദലീലും ഉണ്ടാകാം, ഇവിടെ അഖല്ലല്ല പിടിക്കേണ്ടത്. അങ്ങനെ ആകുമ്പോൾ അഖല്ല് മാറേണ്ടി വരും. ഫൈൻ ദല്ല ദലീലുൻ അലാ വുജൂബിൽ അക്സരി, ദലീൽ അറിയിച്ചാൽ അഖദ ബിഹി, അത് പിടിക്കണം. കമാഫി ഗസലാത്തി ഉലൂഖിൽ കൽബി, നായ തലയിട്ടാൽ എത്ര പ്രാവശ്യം കഴുകണം? 3 അഭിപ്രായമുണ്ട്, 7 അഭിപ്രായമുണ്ട്.
അപ്പോൾ അവിടെ അക്കല്ല് 3 അല്ലേ, ഷാഫി ഇമാം 7 പിടിച്ചത്. എന്താ കാരണം? വദല്ല ഹദീസു സഹീഹൈനി അലാ 7. ഹദീസ് കൂടെ 7ന്റെ മേൽ വന്നു. സഹാബത്തിന്റെ 2 അഭിപ്രായക്കാരുണ്ടായിരുന്നു, 3 ആളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു, 7 ആളുടെ അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഹദീസും കൂടെ കിട്ടി 7 എന്നുള്ള അഭിപ്രായം. ആ ഹദീസ് ശരിക്കും മറ്റൊരു വ്യാഖ്യാനങ്ങൾ കാണും. പക്ഷെ 7 ഷാഫി ഇമാമിൽ ഇരുന്ന ഹദീസും കൂടെ കിട്ടിയപ്പോൾ ഫാഖദ ബിഹി, അപ്പോൾ അത് പിടിക്കണം. അല്ലാത്ത അകല്ല് പിടിക്കൽ ഹക്കാണ്, സായിദ് അതും അസ്ൽ അതുമാണെന്നുള്ള അതും പിടിക്കാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അമ്മൽ ഇജ്മാഉ സുകൂതി അവിടെ നിൽക്കട്ടെ, ശരിക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.